പാലക്കാറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിലേക്ക് നിങ്ങളെ കടത്തിയ അല്ലാഹു തആല നിങ്ങൾക്ക് കടത്തിയാൽ പിന്നെ വിവിധ രൂപത്തിൽ എന്ന മാർഗദർശനത്തെ പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖാന്തരം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി തന്ന എല്ലാം അല്ലാഹു തആല നിങ്ങൾക്ക് തന്ന സകലமான സവളത്ത് അല്ലാഹു നിങ്ങൾക്ക് തന്ന നിങ്ങൾക്ക് അധികാരത്തെ തന്ന നിങ്ങൾക്ക് നല്ല രൂപത്തിൽ നിന്ന് ആരോഗ്യത്തെ തന്ന പടച്ചറപ്പ് നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തന്ന നല്ല നല്ല രൂപത്തിൽ നിന്ന് സൗകര്യം തന്ന തിന്നുക നല്ല ആഹാരത്തെ പടച്ചതമ്പുരാൻ തന്ന എല്ലാം തന്നിട്ടാ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തിൽ നിന്ന് സ്വഹാബത്ത് എന്തും ഇല്ലാണ്ട് അല്ലാഹുവിന്റെ ദീനിനെ പാലപ്പാക്കിക്കൊണ്ടിരുന്നത് ദീനിനെ പലതക്ക് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്നിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ ദൈനംദിന പൊളിച്ചുകൊണ്ടില്ലേ ദീർഘശല്ലുള്ള ഫിർസത്തെ പാലക്കാറ സുന്ദരമായ സുഭദ്രമായ ചന്തത്തെ പള്ളി ഇത് ഉണ്ടാക്കുക കാരണക്കാരനായ ആ നല്ല മനുഷ്യരെ അല്ലാഹുവേ ധാരാളം സമ്പത്തും സവലത്തും നീ കൊടുക്കു തമ്പുരാനെ ഈ പള്ളിക്കും മദ്രസക്കും വേനായിട്ട് കഷ്ടപ്പെട്ടതിന് ബദലക്ക് ദുനിയാവുടെയും ആഖിറത്തിലെ കഷ്ടപ്പാട് അയാൾക്ക് ദൂറാക്ക് തമ്പുരാനെ പടച്ചവനെ ഇറായത്ത് ആണിങ്ങും പെണ്ണിങ്ങും ധാരാളം അനുഗ്രഹവും ബർക്കത്തും ചൊരിച്ചു കൊടുക്കു തമ്പുരാനെ മുസ്ലിമേ പണ്ടേ ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ പോലത്തെ അലിമീങ്ങൾ അരിഫീങ്ങൾ ഔലിയാക്കന്മാരെ പോലത്തെ സാലിഹ്യങ്ങളായ ആളുമാർ നേതൃത്വം കൊടുത്തോണ്ടിരുന്ന് കഷ്ടത്തും സുഖത്തും ഇറായത്തും മിത്തബൈൽ ഉസ്താദ് വേണിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനെങ്ങും മിത്തബൈൽ ഉസ്താദ് ഏത് സന്തോളത്തെ വിസയിന്നെങ്ങും മിത്തബൈൽ ഉസ്താദ് ഏത് ദുഃഖത്തെ വിസയിന്നെങ്ങും പരിഹാരത്തും മിത്തബൈൽ ഉസ്താദ് എന്തെങ്കിലും ബേജാറും വൈയക്തികപരമായിട്ട് കൗട്ടുംബികപരമായിട്ട് ആരോഗ്യപരമായിട്ട് സമസ്യ ഇന്നെങ്കിൽ പരിഹാരാക്കു തീരാത്ത സമസ്യ ഇന്നെങ്കിൽ ആ ശൈഖുനാ മിത്തബൈൽ ഉസ്താദ് ആ സദസ്സില് അല്ലെങ്കിൽ ആ മിത്തബൈൽ ഉസ്താദ് ആ സന്നിധിയില് ആ ഉസ്താദ് ദൈക്കട ജാഗില് ഉസ്താദിനെ മുട്ട പോയിട്ട് തെച്ചിട്ട് ആ ഒന്ന് രണ്ട് വിഷയത്തെ മനസ്സ് ഉൾഗത്തിൽ നിന്ന് ദിന്നത്തെ അങ്ങനെ എതിർപ്പിച്ചപ്പോ ഉസ്താദ് സാറയില്ല അല്ലാഹു സന്തോളത്തിലാക്കോ എല്ലാ ചെന്നിട്ട് രണ്ടൂർ പളക്ക് കേക്കുക വേണായിട്ട് ഒരു ചെറിയ പളക്ക് കേക്കുക വേണായിട്ട് പോയവണോ ഉൾപുട്ടോണ്ട് പോയവണോ സന്തോളത്തിൽ ചിരിക്കാണ്ട് ബന്ധമില്ല ആയിരക്കണക്കിന് സമസ്യ എടുത്തോണ്ട് പോയവണോ പർവ്വത പോലത്തെ സമസ്യ സമയത്ത് നഞ്ഞി പോലെ തന്നി പോലെ കൽകിട്ട് സുന്ദരമായിട്ട് പറുതി പോലെ തിരിച്ചു പറയാത്തവണ ഇത് ദുനിയാറായത്തിലില്ല അത്രയും നല്ല രൂപത്തിൽ നിങ്ങൾക്ക് ആധ്യാത്മികമായിട്ട് നേതൃത്വം തന്നോണ്ടിരുന്ന ശൈഖുനാ മിത്തബൈൽ ഉസ്താദിന്റെ പാവന സ്മരണ അനുസരിക്കടീറായ അതേപോലെ മിത്തബൈൽ ഉസ്താദിന്റെ പാദസ്മരണ കൊണ്ട് ധന്യമായി നല്ല മണ്ണ് മുസ്ലിമേ ധീറായത്തെ പാലക്കാരിൽ നിങ്ങൾ കണ്ടോണ്ടുള്ള പോലത്തെ സമസ്ത സംഘടനയിലെ ഹിദ്മത്തെടുത്തോണ്ട് ആ മുഖാന്തര പടച്ചതമ്പുരാന്റെ ദീനിന്റെ ഹിദ്മത്തെടുത്തോണ്ട് വിഖായത്തെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടറല്ലേ സഹചാരുടെ വിഷയം നിങ്ങൾ കേട്ടോണ്ടുള്ളതല്ലേ എതുമാവിടെ വിഷയതല്ല ചെന്നോണ്ടുള്ളത് മനുഷ്യ ഇന്നും പടച്ചതമ്പുരാന്റെ പള്ളിയിൽ നിന്നിട്ട് സ്വലാത്തു ഖൈറും മിനന്നൗം ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ പള്ളിക്ക് പറയാത്ത പാലക്കാരത്ര ഉള്ളത് അല്ലാഹുടെ പള്ളിയിലെ സുബഹിയുടെ ബാങ്കിയുടെ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തില് സുബഹിസ്കരിക്കാത്ത പെണ്ണിങ്ങ ഞങ്ങളുടെ റായത്തിൽ എത്ര ആളുള്ളത് പെണ്ണുങ്ങളെ ഈ മീലാദ് ശരീഫിയുടെ പാവന സ്മരണയുടെ സന്തോളത്തിൽ അനുഭവിക്കണ ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂലുടെ ചറിയുടെ അനുസരണ ആക്കാണ്ട് പുണ്യ ഹബീബിയുടെ സമ്പൂർണ്ണമായിട്ട് ഇത്തിബാക്കാണ്ട് രക്ഷപ്പെടുക സാധ്യമേ ഇല്ല. ഈ മീലാദ് ആചരണാക്കടത് റസൂലുള്ളാഹിയുടെ സുന്നത്ത് പഠിക്കുക വേണായിട്ട് ഇസ്ലാമിന്റെ സംസ്കൃതി പഠിക്കുക വേണായിട്ട് ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധീകരിച്ചെടുക്കുക വേണായിട്ട് في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي ارتكبت على الخطا غير حسر وعداد لك أشكو فيه يا سيدي خير النبي അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നിസായുടെ 64ാമത്തെ ആയത്ത് കണ്ട് കാണുന്ന നബി സമാണ്ട് കണ്ടെങ്കിൽ ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി കൊണ്ടുള്ളത് വലൗ അന്നഹും യളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് واستغفر لهم الرسول لوجدوا الله توابا رحيما
തപ്പ് വ്യത്യാസമാക്കിയെങ്കിൽ ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും വേണ്ടാത്ത സ്വറാക്കിറണ്ട് കണ്ടെങ്കിൽ നബിയെ തങ്ങളെ മുട്ടങ്ങ ബണ്ടറെ പറഞ്ഞു വന്നിട്ട് ഇസ്തിഗ്ഫാറാക്കണോ ഫസ്തഗ്ഫറ ലഹുമുർ റസൂൽ റസൂലുള്ളാഹി തങ്ങളും ഞങ്ങൾക്ക് ഇസ്തിഗ്ഫാറാക്കിയപ്പോ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ ഞങ്ങളെ പാപത്തെ അല്ലാഹു പൊറുക്കടാ തൗബത്തെ സ്വീകരിക്കടാ അല്ലാഹു അങ്ങ് കരുണ കൊടുക്കടാ അല്ലാഹു ഖുർആനിൽ പഠിപ്പാട്ടി കൊണ്ടുള്ളത് തപ്പ് വന്നപ്പോ അല്ലാഹു തൗബാക്കി മയ്യാവലെ അല്ലാഹു ചൊന്നോണ്ടുള്ള മയ്യാവലെ റസൂലുള്ളാഹിയുടെ മുട്ട പോണോ ഖുർആനിന്റെ ആയത്തത് മനുഷ്യരെ അല്ലാഹുവിന്റെ കേക്കില്ലേ മയ്യാവാത്തത് നല്ല ബദലക അത് ക്രമ അങ്ങനെ തവസ്സുലാക്കിട്ട് നല്ല ആള് മാറി എതിർപേച്ചിട്ട് നല്ല കർമ്മത്തെ മുന്നിൽ പേച്ചിട്ട് പടച്ച തമ്പുരാണ്ടിൽ കേട്ടപ്പോ അല്ലാഹു സ്വീകരിക്കാണ്ടിരിക്കില്ല അതുകൊണ്ട് അല്ല മേച്ചോണ്ടുള്ള നബിയെ തങ്ങളെ മുട്ട വന്നിട്ട് തങ്ങളെ തവസ്സുലാക്കിട്ട് തങ്ങളെ മുട്ട തെച്ചിട്ട് അല്ലാഹുടെ നിങ്ങൾ തൗബ കേക്കിടാറ് അപ്പൊ അല്ലാഹു തൗബത്തെ സ്വീകരിക്കടാ ചെന്നിട്ട് അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ആയത്തുണ്ടല്ലേ വലൗ അന്നഹും യളമു അൻഫുസഹും ചുള്ള ആയത്ത് അത് റസൂലുള്ളാഹിക്ക് മാത്രം ഉള്ളതല്ല റസൂലുള്ളാഹിയുടെ സ്വഹാബത്തിനക്ക് മാത്രം ഉള്ളതല്ല ഖുർആൻ ഖിയാമത്ത് നാളത്തോളം പണ്ട സകലമാന മാനവ കുലത്തുള്ളത് അത് ആയത്ത് നമുക്കും ആയത്ത് നിങ്ങൾക്കും ആയത്ത് മരിക്കട ഖിയാമത്ത് നാളത്തോളം ഇന്ന് സകലമാന മനുഷ്യന്മാർക്കും ആ ആയത്ത് അതുകൊണ്ട് ഇർതകബുതുൽ ഖതാ غير حسر وعداد لك أشكو فيه يا سيدي خير النبي ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നിട്ട് മനുഷ്യരെ ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കുക വേണായിട്ടല്ലേ ഒന്ന് രണ്ട് വിഷയത്തെ മാത്രം ചെല്ലട്ടാ ഇസ്ലാം പരിശുദ്ധ ഇസ്ലാം 3 നമുന്തിൽ ഇന്ന ഖൽബുടെ വിഷയത്തെ നിങ്ങൾക്ക് പരിചയമാക്കി തണ്ട് 3 നമുന്തിൽ ഇന്ന ഖൽബ് ഈ 3 നമുന്തിൽ ഇന്ന ഖൽബിൽ ഞങ്ങളെ ഖൽബ് ഏത് ജനത നങ്ങർത്താക്കിങ്ങമ്മയി ഒന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നോട്ടുള്ളത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ إلا من أتى الله بقلب سليم നാളെ ഖിയാമത്ത് നാളുടെ സന്ദർഭത്തിൽ നിന്റെ സമ്പാദനമാ നിന്റെ മക്കളാ നിന്റെ സന്താനമാ നിനക്ക് ഉപകാരതക്ക് കിട്ടില്ല മോനെ അങ്ങനത്തെ നാളെ നഫ്സി 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 നിന്റെ അവസ്ഥമേ നിന്റെ കഷ്ടകാലമേ ചെന്ന മനുഷ്യ ദുഃഖപ്പെട്ട സന്ദർഭത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നോണ്ടുള്ളത് ഇല്ലാ മൻ അതല്ലാഹു ബിഖൽബിൻ സലീം അല്ലാഹുടെ മുട്ട നിങ്ങൾക്ക് എത്തുക മനസ്സുണ്ടാ പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുക മനസ്സുണ്ടാ അല്ലാഹുടെ സ്വർഗ്ഗത്തേക്ക് പോണ്ടത് ആരേണ്ടി കേട്ടെങ്കിൽ ഇല്ലാ മൻ അതല്ലാഹു ബിഖൽബിൻ സലീം രക്ഷപ്പെട്ട മനസ്സല്ലാണ്ട് രക്ഷപ്പെട്ട ഖൽബല്ലാണ്ട് നല്ല ഖൽബല്ലാണ്ട് പടച്ചറബിടെ മുട്ട കാരുണ്യത്തെ മുട്ട എത്തില്ല അല്ലാഹു ഖുർആനിൽ ചെന്നോട്ടിക്കണ സന്ദർഭത്തില് ഒന്നാമത്തത് ഖൽബ് ഏതുണ്ട് കേട്ടെങ്കിൽ അൽ ഖൽബു സഹീഹു സലീം സമയിന്നെ പൊളിയാത്ത കലയില്ലാത്ത കൊറത്തയില്ലാത്ത ന്യൂനതയില്ലാത്ത ഖൽബ് സംശുദ്ധമായ ഖൽബ് അല്ലാഹു അമ്പിയാക്കന്മാരെ ഖൽബ് ഔലിയാക്കന്മാരെ സാലിഹ്കളെ ശുഹദാക്കന്മാരെ ഖൽബ് അതിൽ കലയില്ല കറയില്ല അതിൽ ന്യൂനതയില്ല അതിൽ പൊട്ടിട്ടില്ല അത് ചീഞ്ഞിട്ടില്ല അത് കറുത്തിട്ടില്ല അത് സംശുദ്ധമായ ഖൽബ് നേരെ സ്വർഗ്ഗത്തേക്ക് കൊണ്ടത് രണ്ടാമത്തെ ഖൽബ് ഏതുണ്ട് കേട്ടെങ്കിൽ അൽ ഖൽബുൽ മയ്യിത്ത് ചത്തുപോയ ഖൽബ് ഒരു മനുഷ്യന്മാരുള്ളത് ഹയാത്തുള്ളത് ഖൽബ് ചത്തുപോയിട്ടിക്കട് ഏതുപോലെ കേട്ടെങ്കിൽ അല്ലാഹു തആല ഖുർആനിൽ ചിലരുടെ ഒരു ഫലകമുണ്ട് ഇന്നക ലാ തുസ്മിഉൽ മൗതാ നബിയെ തങ്ങൾ ഖൽബ് ചത്തെങ്കിൽ കേപ്പാട്ടുകാവില്ല നബിയെ അബൂജഹൽ ഖൽബ് ചത്തവണോ അതേപോലെ ഉത്ബത്തും ശൈബത്തും ഖൽബ് ചത്തവണോ ഇസ്ലാമുക്ക് ബറാത്ത മക്കത്തെ മുശ്രിക്കടങ്ങ ഖൽബ് ചത്തങ്ങ എന്ത് ചെന്നെങ്കിൽ ഞങ്ങൾക്ക് കേൾക്കില്ല ജീവയില്ലേ ജീവണ്ടോ അങ്ങനെ ചെന്നെങ്കിൽ ഫഹുവല്ലദീ ലാ യഅരിഫു റബ്ബഹു വലാ യഅബുദുഹു അവൻ അല്ലാഹുവെ തെരിയുക അവനുക്ക് ഫുർസത്തില്ല അവനുക്ക് അല്ലാഹുവെ തെരിയുക മനസ്സില്ല പടച്ച തമ്പുരാനുക്ക് സുജൂദ് എടുക്കും ഇബാദത്ത് എടുക്കും അവനുക്ക് മനസ്സില്ല ഇന്നമാ യത്ബഉ ഹവാഹു വശഹവാതിഹി മാ ഗഫലത്തിൻ ശദീദാ
അവനക്ക് ഗഫലത്ത്, പ്രജ്ഞയില്ല, ബോധയില്ല. ഏതോ ഒരു ഭ്രാന്തനെ പോലെ എന്തിനെങ്കിലും അവന്റെ മനസ്സിൽ എന്തിനാ ബന്ധത പോലെ അവനാക്കടാ. കള്ള് കുടിക്കണ്ടാണ്ട് ചെന്നെങ്കിലും കേക്കുക തയ്യാറല്ല. ഗാഞ്ചത്തെ പിറകില് പോകണ്ടാണ്ട് ചെന്നെങ്കിലും കേക്കുക തയ്യാറല്ല. നിസ്കരിക്കുക പള്ളിക്ക് പോ ചെന്നെങ്കിലും കേക്കുക തയ്യാറല്ല. ഖുർആൻ ഓതുമോണേണ്ട് ചെന്നെങ്കിലും കേക്കുക തയ്യാറല്ല. ഉമ്മ വാപ്പ ചെന്നതുപോലെ കേക്ക് മോനേണ്ട് ചെന്നെങ്കിലും അവന് തയ്യാറല്ല. അവനും അവന്റെ ഇഷ്ടവും അവനും അവന്റെ ബടക്കത്തറും അത് മാത്രമുണ്ട് കൽബിലുള്ളത്. അങ്ങനത്തെ കൽബ് ചത്തുപോയ കൽബ് അത് ഉപദേശം പഠിക്കില്ല, ഖുർആൻ ഓതിങ്ങതക്ക് കേൾക്കില്ല, ഹദീസ് ചെന്നിങ്ങതക്ക് കേൾക്കില്ല, നിസ്കാരത്തെ നല്ല ബിസി ചെന്നിങ്ങ് കേൾക്കില്ല, വാളുക പറകവണ് തയ്യാറല്ല. ആറ് ചെന്നും കേൾക്കാത്ത മനുഷ്യ അങ്ങനത്തെ മനുഷ്യ ഫഇന്ന മആശിറതു സമ്മൻ വമജാലിസതുഹു ഹലാക്. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പഠിപ്പാട്ടുകൊണ്ടുള്ളത് അങ്ങനത്തെ മനുഷ്യരുടെ സഹവാസാക്കരുത്. അല്ലാഹുവിന്റെ പേടിയില്ലാത്ത ദൈവധിക്കാരിയായിട്ട് നടക്കുന്ന മനുഷ്യരുടെ ചങ്ങായി പാടാക്കിട്ട് അവന്റെ ഒട്ടിക്ക് ദൈക്കരുത് സമയത്ത് നിന്റെ ഹലാക്ക് മോനെ, നിന്റെ സർവനാശമോനെ. രണ്ടാമത്തെ കൽബ് അത് ചത്ത കൽബിന്നവണോ. മൂന്നാമത്തത് പരിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട് അൽ ഖൽബുൽ മരീൽ, സീക്ക് പിടിച്ച കൽബ് അത്, ന്യൂനത്തെ ഇന്ന കൽബ് അത് അർത്തായില്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പാട്ട് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് വഹുവ ഖൽബുൽ ലഹു ഹയാത്ത് വബിഹി ഇല്ലതുൻ ഫഫീഹി മഹബ്ബത്തുൻ ലില്ലാഹി അസ്സ വജൽ വഈമാനുൻ ബിഹി വഫീഹി ബിൽ മുഖാബിൽ ലിശഹവാതിഹിൽ ബാതില. ആ കൽബുൽ സീക്ക് പിടിച്ച കൽബുണ്ട് ചെന്നെങ്കിൽ അതിൽ ഈമാനുണ്ടോ, അതിൽ വിശ്വാസമുണ്ടോ, പടച്ച തമ്പുരാന്റെ മേലെ പേടിയുണ്ടോ, ഇസ്ലാമിന്റെ പേടിയുണ്ടോ, മരണത്തെ പേടിയുണ്ടോ. അത് വിപരീതമായിട്ട് വിരോധമായിട്ടും ആ കൽബിലുണ്ട്. അർത്തായില്ല. പള്ളിക്ക് പോയപ്പോ ബാങ്ക് കേട്ടപ്പോ പള്ളിക്ക് പോണ്ട, ജുമുഅത്തിന്റെ വെള്ളിയാസന്റെ പള്ളിക്കും പോണ്ട, അല്ലാഹുവിന്റെ ഖുർആൻ അവണ് ഓതുറ, വാദില മജ്ലിസിൽ അവണ് ദൈക്കടാ, റമദാൻ വന്നപ്പോ നോമ്പും പിടിക്കറ, സകാത്തിന്റെ സന്ദർഭത്തിൽ സകാത്തും കൊടുക്കടാ, പാവത്തവനുക്ക് സഹായാക്കുകയും തയ്യാറുള്ള, യതീമുക്ക് സഹായാക്കുകയും തയ്യാറുള്ള, ഉമ്മ ബാപ്പയുടെ ഖിദ്മത്ത് എടുക്കുകയും തയ്യാറുള്ള. എന്തെല്ലാം നല്ലതുണ്ട് അതെല്ലാം മൗനാക്കടാ. അതിരവട്ടിക്കത്തിക്ക് വിരുദ്ധമായ സ്വറവും മൗനാക്കിക്കൊണ്ടുള്ള പള്ളിക്ക് പണ്ട പുറത്തു പോയ കുർബാനക്ക് തുടങ്ങടാ, നോമ്പ് പിടിക്കടാ, നോമ്പ് കഴിഞ്ഞ പുറത്തേക്ക് കള്ളു കുടിക്കുക തുടങ്ങടാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുറാ, മൊബൈൽ ഹറാമായ മീറ്റിങ്ങും ചാറ്റിങ്ങും ആക്കടാ. നല്ല നല്ല വിഷയത്തവണ ചെന്നു കൊടുക്കടാ, കേൾക്കുകയും തയ്യാറുള്ള. അപ്പുറത്ത് വ്യഭിചാരത്തെയും കക്കിടതും വഞ്ചനയും പട്ടിമോണ് ചിന്തനാക്കിക്കൊണ്ടുള്ള ആ സ്വറത്തെയും ആക്കുകയും പോണ്ട. ഒരു ഭാഗത്തിൽ ഒരു മുഖത്തിൽ നല്ലത്, ഇന്നൊരു മുഖത്തിൽ ബെടക്ക്, പരസ്പര രണ്ടും മിക്സ് ആക്കി കൊണ്ടുപോകേണ്ട മനുഷ്യ ഖൽബുൽ മരീൽ, സീക്ക് പിടിച്ച കൽബുണ്ട്. അതിനർത്ഥ അതും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ പരിസരത്തേക്ക് സമയത്ത് എത്തില്ല. എന്താക്കുന്നതൊക്കെ നാശനല്ലേ. മൂന്ന് കൽബുണ്ട്. ഈ മൂന്ന് കൽബുകൾ ഞങ്ങളെ കൽബ് ഏത്? സഹീഹായ ക്ലിയർ ഇന്ന ഖൽബ്, രണ്ടെന്ന് ചത്ത ഖൽബ്, മൂന്നാമത് സീക്ക് പിടിച്ച ഖൽബ്. ഇതിൽ ഞങ്ങളെ ഖൽബ് ഏത്? സ്വാഭാവികമായിട്ടും നമുക്ക് ചെല്ല മൂന്നാമത്തെ ഖൽബ് ചെന്നിട്ട് അല്ലേ സീക്ക് പിടിച്ച ഖൽബ്. സീക്ക് പിടിച്ച എന്താ? ഒരു മനുഷ്യ ഹാർട്ട് അറ്റാക്ക് ആയി, ഹാർട്ട് അറ്റാക്ക് ആയ പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഹാർട്ട് അറ്റാക്ക് രോഗം ഉണ്ടല്ലോ, അത് രോഗം, ഹാർട്ട് അറ്റാക്ക് മറന്നാക്കി സുമാറായിട്ട് മരിച്ചു. ഡെങ്കി ജ്വരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ആക്കി മരിച്ചങ്ങും മിഞ്ചങ്ങും. അപ്പൊ കൽബ് സീക്ക് പിടിച്ച കൽബ് എന്താക്കണോ? വന്നത് ചത്ത കൽബാവുക സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ കൽബും സഹീഹുൻ നല്ല കൽബാവുടെ സാധ്യത ഉണ്ട്. ട്രീറ്റ്മെന്റ് കൊടുക്കണോ? എന്താ ട്രീറ്റ്മെന്റ്? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദൈവസ്മരണ അതിനർത്ഥം അല്ലാഹു എപ്പോഴും നിസ്കരിച്ചോണ്ട് മാത്രം ദയിക്കണോ. അത് മാത്രമല്ല, അല്ലാഹു നിസ്കരിക്കണോ ഉമ്മ ബാപ്പയുടെ ചവിട്ടോണ്ടല്ല, അല്ലാഹുടെ പള്ളിക്ക് സ്വതക്ക കൊടുക്കണോ, പെഞ്ഞി മക്കളെ പട്ടിണിയാക്കണോ, അങ്ങനെയല്ല. ഒരു ഭാഗത്തിൽ മങ്ങിലാവണോ, പിന്നൊരു ഭാഗത്തിൽ അന്യപ്പനിട നോക്കണോ, അങ്ങനെയല്ല. ഒരു ഭാഗത്തിൽ മക്കളെ നല്ല രൂപത്തിൽ പരിപാലനാക്കണോ, പിന്നൊരു ഭാഗത്തിൽ ശത്രുത ഉണ്ടാക്കണോ, അങ്ങനെയല്ല. ഒരു ഭാഗത്തിൽ നല്ലത് ചെന്നു കൊടുക്കണോ, ഇന്നൊരു ഭാഗത്തിൽ ഗീബത്ത് ചൊല്ലണോ, അതല്ല. നിന്റെ നാവ് കൊണ്ടിട്ടോ, നിന്റെ കണ്ണ് കൊണ്ടിട്ടോ, നിന്റെ കാത് കൊണ്ടിട്ടോ, നിന്റെ ഓരോരോ അംഗത്തിൽ എന്തെല്ലാം തപ്പ് വന്നോണ്ടുണ്ടാ അതെല്ലാം തിരുപടിയാക്കോ, പ്രയത്നാക്കണോ. പടച്ചവന്റെ പള്ളിയിൽ ബാങ്ക് കേൾക്കട സന്ദർഭത്തിൽ ഒന്നാമത്തെ സഫല ദൈക്കടവണാവണോ. ജുമുഅത്തിന്റെ 2 ഖുതുബ തുടങ്ങട കാണുന്നോളോ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതുകോ, ദ്വാരക കൂത്തൽ സമയത്തെ കണ്ടെത്തണോ.